ബോബി ജോസഫിൻ്റെ ഒരു ചിന്തയാണ്, എല്ലാ മനുഷ്യരും രൂപപ്പെടുമ്പോൾ ആദ്യം പെണ്ണാണ്, പിന്നീടാണ് ഇങ്ങനെ രൂപമാറ്റം ഉണ്ടാവുന്നത്. ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ 6 ആഴ്ച വരെയൊക്കെ നമുക്ക് രൂപം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇതാണാണോ പെണ്ണാണോ എന്ന്. പിന്നീട് പതുക്കെയാണ് ആ രൂപം മാറുന്നത്. അപ്പം അതിന് തെളിവായിട്ട് പറയുന്നത്, ആണുങ്ങൾക്ക് അതുകൊണ്ടാണ് നെഞ്ചിൽ നിപ്പിൾസ് ഉള്ളത്. ശരിക്കും ആണുങ്ങൾക്ക് നിപ്പിൾസിൻ്റെ ആവശ്യമില്ല, അതിനൊരു ഫങ്ഷനില്ല. പക്ഷേ സ്ത്രീകളുടെ ശരീരത്തിൽ അതിന് വളരെ പ്രധാനപ്പെട്ട കടമ നിർവഹിക്കാനുണ്ട്. പക്ഷെ ആണുങ്ങൾക്കത് വേണ്ട. എങ്കിലും ആണുങ്ങൾ എന്തുകൊണ്ടാണ് അതിന് അടയാളമായിട്ട് നെഞ്ചി കൊണ്ട് നടക്കുന്നത്? ഒരു കാലത്ത് പെണ്ണായിരുന്നു എന്ന് പറയാനാണ്. പൊക്കിൽ കൂടി ഒരു ശരീരത്തിൽ കൊണ്ടു നടക്കുന്നില്ലേ, അത് അമ്മയിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെയാണ് ഈ നിപ്പിൾസ് ആണുങ്ങൾ നെഞ്ചിൽ പേറുന്നതെന്ന് അച്ഛൻ പറയുന്നു. ഇതൊരു സയൻസായിട്ടല്ല എടുക്കേണ്ടത്, ഒരു മെറ്റഫറായിട്ട് എടുക്കുക. എന്നുവെച്ചാൽ നമ്മളിലൊക്കെ ഒരു പെണ്ണുണ്ട് എന്നൊരു മെറ്റഫർ. ഇന്ന് തിരുസഭ ആഘോഷിക്കുന്ന തിരുനാൾ പരിശുദ്ധ മാതാവ് തിരുസഭയുടെ അമ്മ എന്ന തിരുനാളാണ്. 2018 ഫ്രാൻസിസ് പാപ്പ ഈ തിരുനാളിന് തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിച്ചിട്ട് പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: മാതൃഭാവം കൂടുതൽ വളർത്താൻ സഹായിക്കാനാണ് ഈ തിരുനാൾ. മക്കൾക്ക് കൂടുതൽ മാതൃഭാവം ഉണ്ടാകാൻ വേണ്ടി എന്നാ പറയാം. ഇത് ഗോസ്പൽ നോക്കിയേ, ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതാരാ? അത് 3 പെണ്ണുങ്ങളാണ്, 3 മറിയാണ്. പിന്നെ നിൽക്കുന്നത് യോഹന്നാനാണ്. യോഹന്നാനെക്കുറിച്ച് ചില പണ്ഡിതന്മാരെങ്കിലും പറയുന്നുണ്ട്, യോഹന്നാനൊരു സ്ത്രൈണഭാവം ഉണ്ടായിരുന്നു. അവസാന താഴാമേശയിൽ ക്രിസ്തുവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കിടക്കുന്ന യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പലരും അങ്ങനെ പറയുക, ഒരു സ്ത്രൈണഭാവം. ഈശോയുടെ കുരിശിൻ്റെ ചവിട്ടിൽ നിൽക്കേണ്ടിയിരുന്ന ധീരന്മാരെന്ന് കരുതിയ ഒരൊറ്റ ആണ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്, പെണ്ണുങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി സഭ പെണ്ണല്ലേ, അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ വേണ്ട ഭാവം എന്താ? അത് മാതൃഭാവമാണ്. സഭയുടെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിലൊന്ന് അവളൊരു പെണ്ണാണെന്നുള്ളതാണ്.